തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. കാണികളെ ദൃശ്യ ശ്രാവ്യ വിസ്മയത്തിൽ ആറാടിച്ച് നാട്യാലയുടെ മാർക്കണ്ഡേയ ചരിതം അരങ്ങേറി. വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രത്തിലാണ് ആദ്യ അവതരണം നടന്നത്. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നാട്യാലയുടെ നൃത്തശില്പം മാർക്കണ്ഡേയ ചരിതം അരങ്ങേറി. ഗുരു രവികുമാർ നാട്യാലയ ചിട്ടപ്പെടുത്തിയ ഈ നൃത്തവിരുന്ന് കലയും ഭക്തിയും ഒത്തുചേർന്ന അവിസ്മരണീയമായ അനുഭവമാണ് ആസ്വാദകർക്ക് സമ്മാനിച്ചത്. പരമ്പരാഗത ശാസ്ത്രീയ നൃത്തരൂപത്തിൽ നിന്നും മാറി നൃത്തത്തെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ നാട്യാലയ ഈ നൃത്തശില്പം ഒരുക്കിയത്. പൂർണ്ണമായും ശാസ്ത്രീയ നൃത്തങ്ങൾ മാത്രം അവതരിപ്പിച്ചിരുന്ന നാട്യാലയ സെമി ക്ലാസിക്കൽ നൃത്തരൂപങ്ങളും ചടുലമായ സംഗീതവും കോർത്തിണക്കിയാണ് ഇത്തവണ നൃത്തസന്ധ്യ അവതരിപ്പിച്ചത്. നാട്യാലയിലെ പ്രതിഭകളായ നർത്തകർ മാർക്കണ്ഡേയ ചരിതത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും വേദിയിൽ അനശ്വരമാക്കി. ഭാവസാന്ദ്രമായ അഭിനയവും ചടുലമായ ചുവടുകളും കാണികളെ വിസ്മയത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചു. നൃത്തരൂപങ്ങൾ സാധാരണക്കാരിലേക്ക് കൂടുതൽ അടുത്തു വരുന്നതിനും കലയുടെ ജനകീയത വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയതെന്ന് രവികുമാർ നാട്യാലയ പറഞ്ഞു. നൃത്തം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ആശയത്തോടു കൂടിയാണ് ഞാൻ ജനകീയ നൃത്തങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ക്ലാസിക്കൽ എന്നുള്ള നൃത്തം അടിസ്ഥാന പാഠം പഠിച്ചതിന് ശേഷം എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ദൃശ്യവും ശ്രവ്യത്തിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്, കോസ്റ്റ്യൂംസിനൊക്കെ കൂടുതൽ ഒരു വ്യത്യസ്തത കൊടുത്ത് കൂടുതൽ മനുഷ്യരിലേക്ക് ഈ ക്ലാസിക്കൽ കലയെ ലളിതവൽക്കരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നൃത്തലോകത്ത് പുതിയൊരു പാത വെട്ടിത്തുറന്ന നാട്യാലയുടെ ഈ മാറ്റത്തെ ഇരുകൈയും നീട്ടിയാണ് കലാലോകം സ്വീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.